ചേട്ടാ ഈ ലേഡി സ്മിത്ത് ഫിഷിംഗ് സ്പോട്ട് ഇത് തന്നെയാണോ? ലേഡി സ്മിത്ത് ഫിഷിംഗ് സ്പോട്ട് ഇത് തന്നെയാണ്. ഇവിടെ 2 ഫിഷിംഗ് സ്പോട്ട് ഉണ്ട്. ഒന്ന് ഇതാണ്, പിന്നെ വേറെ ഒന്നും അപ്പുറത്തെ സൈഡിലാണ്. ഓക്കെ ഓക്കെ. ഓ മറ്റേ ഇങ്ങോട്ട് വന്ന വഴിക്ക്. ഓക്കെ ഓക്കെ. ഇവിടെ ലൈസൻസ് പ്രശ്നമാവോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈസൻസ് എടുത്തില്ല. ആക്ച്വലി ഞാൻ ഒരു വിസിറ്റിംഗ് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ലൈസൻസ് ഉള്ളവർ മാത്രമേ ഇവിടെ ഫിഷ് ചെയ്യാൻ പാടുള്ളൂ. ഈ സൈഡിലും ആ സൈഡിലും. മറ്റേ അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് ആ സൈഡിലും അങ്ങനെ തന്നെ. പക്ഷെ ആ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അവിടെ അങ്ങനെ ചെക്കിംഗ് ഒന്നും വരാറില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇത്തിരി വൈൽഡ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ അധികം ആൾക്കാരില്ല. പക്ഷെ റിസ്ക് ആണ്. അങ്ങനെ അധികം ആൾക്കാരൊന്നും പോകാറില്ല പിടിക്കാനായിട്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കിയാൽ ഒന്ന് പോയി ഞാൻ പോയി നോക്കി. ഈ വഴിയാ പോകണം. അവിടെ ആ കാണുന്ന അടുത്തുനിന്നാണേ. ചേട്ടാ നേരെ പോയാ ആ കാണുന്ന അടുത്തുനിന്ന്. ഓക്കെ. ചുമ്മാ റിസ്ക് ആണ്. അങ്ങനെ യോഗം പോലെ. അല്ല ആൾക്കാരുടെ കോപ്പി ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. കോപ്പി മതി. എടാ ആ താറാവിന്റെ പണിട്ട് ഫോട്ടോ എടുത്തറ. അവിടെ 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 കിട്ടുവല്ലേ? വെള്ളി കളർ സമയത്തരടാ. ഓ സമയം 12:30 പോവാം. തിരി കാര്യം കഴിക്കാൻ പറ്റും. വീഡിയോ കറണ്ട് ചെയ്യുന്നില്ലേ? കറണ്ടൊക്കെ പക്ഷെ പേഴ്സ് എടാ എന്താവോ ഇല്ലെന്നേ. കാറിലുണ്ടാവും ബാത്തപ്പിട്ട്. ഇല്ല, ഞാൻ പേ ചെയ്യാൻ വേണ്ടി എടുത്തതല്ലേ. പിന്നെ കാറിലില്ലാണ്ട് ഇവിടെ പോകും കയ്യില്ലേ? അല്ല ഇല്ലെന്നേ, ഞാൻ എടുത്തതാ. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന. ഇവിടെ ഉണ്ടാ അവിടെ അല്ല ഞാൻ പിന്നെ എവിടെ പോകാനാ? ഇവിടെ ജാക്കറ്റ് നമ്മളോട് ഊരിട്ടിട്ടൊന്നുമില്ല. അല്ല ആ വന്നവൻ അവനെങ്ങാനും ഇനി ഉണ്ടോ? അല്ല ബിക്കോസ് വേറെ ഒരു റീസണും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ പേ ചെയ്യാൻ എടുത്തു. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കയ്യിൽ ഞാൻ ഫോണും പേഴ്സും അധികം ദൂരം കാണാനില്ല. കോപ്പ് അല്ല എന്തൊക്കെ ഉണ്ട്? അതിനകത്ത് ലൈസൻസ്, ക്രെഡിറ്റ് കാർഡ് എല്ലാം ഉണ്ട്. വാ വേഗം പോയി റിപ്പോർട്ട് ചെയ്യാം. നീ ആ ഫോൺ എടുത്ത് നിന്റെ ഫോണിൽ നിന്ന് ആ ക്രെഡിറ്റ് കാർഡൊക്കെ വിളിച്ച് ക്യാൻസൽ ചെയ്യണം. അത് ഇത് ചെയ്താൽ മതി. ബ്ലോക്ക് നീ ആ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രെഡിറ്റ് കാർഡ് പണ്ടാറെല്ലാം പോയില്ലേ? കുഴപ്പമില്ല, ബ്ലോക്ക് ചെയ്തില്ലേ ബാങ്കുകാരിൽ നിന്ന്. ഇപ്പോൾ 1 വീക്കിനുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവേഴ്സ് ലൈസൻസ് അതിൻ്റെ അകത്തല്ലേ? അതല്ലേ നമ്മൾ കംപ്ലൈന്റ് ചെയ്തത് പോലീസിലേക്ക്. അതിലൊന്നും ഒരു കാര്യമില്ല. അവന്മാരും ഒരു കോപ്പ് ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക് അല്ല. അത് വിഷയമില്ല. പുതിയത് വരും. എന്തായാലും അത് വെച്ച് യൂസ് ചെയ്യാനുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട. പോകാം. ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് കിട്ടാൻ. എടുത്ത് അവനല്ലേ ചവിട്ടാൻ വേണ്ടി
അവരൊന്നും എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും ഉള്ള കാശൊക്കെ എടുത്തില്ല. ഫോണുണ്ടല്ലേ നമ്മളെ കൊടുക്കാനെങ്കിലും പറ്റില്ല പാട്ടി. നേരെ പോട്ടെ, 2 ഡയലുണ്ട് അടി. പിന്നെ പാട്ടി നായിന്റെ പോലെ. ആ മൊബൈല് എടുത്തെടുത്തു. ഷൂട്ട് കോപ്പ് എടാ എല്ലാം ഉണ്ടോ? തന്നെ നോക്കട്ടെ. എല്ലാം ഉണ്ടാവും. കാര്യം ഇത് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അല്ലാതെ പിന്നെ ശവം. അയ്യേ നീ ഇപ്പൊ കാടക്ക് വീണ്ടും പിടിച്ചിട്ട് ഉണ്ടാക്കണ്ടേ? എന്റെ ക്രെഡിറ്റ് കാർഡ് കഞ്ഞിക്ക് വകില്ലാത്ത ചെക്കനെ പിടിച്ച് പഞ്ഞിക്കിട്ട് വയ്യ. പണ്ടറിയാലും ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ്. എനിക്കും അതുപോലെ ഒരു അബദ്ധം പറ്റി, ഞാൻ ആളെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പോരെ നീ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ അന്ന് കള്ളനായി. ചേട്ടാ കൂട്ടുകാരൻ അവൻ അന്നേ മുങ്ങി. ചേട്ടൻ അടിച്ചോടുകൂടി അവന്റെ അടുത്ത് പോയി നീ വെറുതെ ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് ഇടിച്ച് അന്നത്തെ ഒരു ദിവസം ഞാനന്ന് കള്ളനായി. അയ്യോ ഇല്ല, ചേട്ടനെ കണ്ട കള്ളലക്ഷണമേ തോന്നില്ല. എന്നെ സത്യമായിട്ട് തോന്നില്ല. ചേട്ടൻ തന്നെ നോക്ക്. ആ മരത്തിന്റെ മുകളിൽ അത് പനോറമിക് ഷോട്ടാണ്. പനോറമിക് ഷോട്ടാണ്. പക്ഷെ അതിന്റെ മുകളിൽ മാത്രം എങ്ങനെയാ പോയി? ചേട്ടാ ഈ ഫിഷിങ് ബെസ്റ്റ് ഫിഷിങ് കിട്ടുന്ന സ്പോട്ട് ഇതാണ്. അതാണ് കുഴപ്പം. 10 പൈസ എടുക്കണമെങ്കിൽ എല്ലാ കാർഡും അതിനകത്താണ്. 10 പൈസ കയ്യിൽ വേണം. കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള മാറ്റൊക്കെ എനിക്ക് വേറെ ആരെങ്കിലും ഇനി എന്ത് പറയും?